ഉപ്പുതറയിലെ ഭൂപ്രശ്നത്തിന് ഇനിയും പരിഹാരമില്ലാതെ തുടരുന്നു. ഭൂമിയുടെ രേഖകൾ ലഭിക്കാത്തതിനാൽ കർഷകർ ജപ്തി ഭീഷണിയിലാണ്. ജില്ലാ കളക്ടർ കട്ടപ്പന സബ് കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്ന് രേഖകൾ ഒന്നും ലഭിക്കാത്ത അവസ്ഥയിലെത്തി. ഇതോടെ വായ്പയെടുത്ത കർഷകർ ഒന്നടങ്കം ജപ്തി ഭീഷണിയിലാണ്. ഒരു കർഷകന്റെ ഭൂമി ലേലം ചെയ്യാൻ വരെ നടപടിയായി. ഉപ്പുതറയിലെ 12 സർവേ നമ്പറുകളിലെ പട്ടയഭൂമിയുടെ ആധാരം പോക്കുവരവ് ചെയ്യരുതെന്ന് വില്ലേജ് ഓഫീസർക്ക് പീരുമേട് ഭൂരേഖ തഹസിൽദാർ നിർദ്ദേശം നൽകിയത് ഉപ്പുതറയിലെ കർഷകർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. 338 പൂർണ്ണമായും 274/1, 274/2, 274/3, 274/4, 274/5D, 274/5D, 274/6, 274/7, 274/9, 274/10, 274/11 എന്നീ സർവേ നമ്പറുകളിലെ ഭൂമിയുടെ പോക്കുവരവ് പാടില്ലെന്നാണ് വാക്കാൽ നിർദ്ദേശം നൽകിയത്. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കളക്ടർ കട്ടപ്പന സബ് കോടതിയിൽ നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിന്മേൽ 6 സർവേ നമ്പറിലെ കരം സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് മുമ്പ് തടഞ്ഞിരുന്നു. എന്നാൽ 338 ഒഴികെ 917, 800, 798, 799, 274 എന്നീ സർവേ നമ്പറുകൾ പുതിയ നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിട്ടില്ല. പകരം 332നോടൊപ്പം 274ന്റെ 11 സബ് ഡിവിഷനുകളിലെ ഭൂമിക്കാണ് നിയമ തടസ്സമുണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പട്ടയഭൂമി ഉൾപ്പെട്ട 338 സർവേ നമ്പർ 2നും ഉൾപ്പെട്ടിട്ടുണ്ട്. പീരുമേട് ടീ കമ്പനിയുടെ അടിയാധാരത്തിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണിതെന്നും തോട്ട ഉടമകളിൽ നിന്ന് കർഷകർ വിലയ്ക്ക് വാങ്ങിയതാണെന്നും രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിച്ചിരുന്നു. തോട്ടഭൂമി തരം മാറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട്. തോട്ടം തരം മാറ്റിയ ഭൂമിയും സർക്കാർ തിരിച്ചു പിടിക്കണമെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുണ്ട്. റിപ്പോർട്ടിലെ ഈ പരാമർശമാണ് കർഷകർക്ക് വിനയായത്. കമ്മീഷൻ റിപ്പോർട്ട് വരും മുന്നേ വായ്പയെടുത്ത പല കർഷകർക്കും വായ്പ പുതുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതോടെ കർഷകർ ജപ്തി ഭീഷണിയുമായി. ഒരു കർഷകന്റെ ഭൂമി കേരള ബാങ്ക് ഇപ്പോൾ ലേലത്തിന് വരെ വെച്ചിരിക്കുകയാണ്. ലോണ് എടുത്ത അതായത് കാലപ്പഴക്കം ചെന്ന് വായ്പ എടുത്തിരിക്കുന്നവർക്ക് അത് പുതുക്കി വെക്കുവാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഉപ്പുതറ വില്ലേജിൽ നിന്നും കരമടയ്ക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതുമൂലം കഴിഞ്ഞ ദിവസം ബാങ്കിൽ പല കർഷകരും ആത്മഹത്യയുടെ വക്കീലാണെന്നും പറഞ്ഞുകൊണ്ട് ബാങ്കിൽ പ്രശ്നമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ ഒരു കർഷകന് തൻ്റെ മകന് വേണ്ടി എടുത്ത വിദ്യാഭ്യാസ ലോണ് പുതുക്കുവാൻ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തിന് ആ കരമടച്ച രസീത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് കരമടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായപ്പോഴും ബാങ്ക് അധികാരികൾ അത് ലേലത്തിൽ വയ്ക്കുന്ന സാഹചര്യമുണ്ടായി സംഘർഷാവസ്ഥയിൽ വന്ന ഒരു സ്ഥലമാണ് ഉപ്പുതറ വില്ലേജ്. അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഈ സർവേ നമ്പറിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കണം. ഈ പറയുന്ന 338 ഉൾപ്പെടുന്ന മെയിൻ സർവേ നമ്പറും ഉപ സർവേ നമ്പറായിട്ടുള്ള 12ഓളം സർവേ നമ്പറുകൾ നിലവിൽ ഇവിടെ ഉപാധിരഹിത കരമടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായതും അതിൽ നിന്ന് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി ഇടപെട്ട് രാജമാണിക്യം കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്ന് ഈ സർവേ നമ്പറിലെ കരം സ്വീകരിക്കുന്നത് തടഞ്ഞ് 2015 ഫെബ്രുവരി 22 ലാൻഡ് റവന്യൂ സെക്രട്ടറി ഉത്തരവിട്ടിരുന്നു. ഇതോടെ ഭൂമിയുടെ നിയമപരമായ എല്ലാ ക്രയവിക്രയങ്ങളും നിലച്ചു. നിജസ്ഥിതി സർട്ടിഫിക്കറ്റ് ലഭിക്കാതെയായി. വായ്പയെടുക്കാനോ പുതുക്കാനോ കഴിയാത്ത അവസ്ഥയുമുണ്ടായി. മക്കളുടെ വിവാഹം, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങി എല്ലാം പ്രതിസന്ധിയിലാവുകയും ചെയ്തു. സർക്കാർ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. ഇടുക്കി വിഷൻ ന്യൂസ്.